ഒരു സ്വാതന്ത്ര്യ ദിനാചരണം കൂടെ കടന്നു വരികയായി. ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഇന്ന് നിരവധിയാണ്. അവയിൽ പലതും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു, വിവേചനങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും അത് നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ രാഷ്ട്ര സങ്കല്പത്തെ പറ്റിയുള്ള വിചിന്തനം അനിവാര്യമാണ്. SMYM ദക്ഷിണേന്ത്യയുടെ യുവജനങ്ങൾ ഒരുക്കുന്ന നേരിന്റെ നേർക്കാഴ്ച, അമ്മയെ മറന്ന മക്കൾ. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചന ധീരദേശാഭിമാനികളെ സദാ ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സദാ. ദേശവാസികൾ സമാധാനത്തോടെയും ഒരുമയോടെയും കഴിയുന്ന ആ സാഹചര്യത്തിൽ നൂതനമായ ആശയങ്ങളുമായി ചിലർ അവരുടെ ഇടയിൽ നിന്ന് തന്നെ മുമ്പോട്ട് വന്നു. ജനങ്ങളെ, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതിലേക്കാണ് നാം വളരേണ്ടത്. ജനങ്ങളെ, ഇതല്ല, ഇതാണ് പുതിയ ഇന്ത്യ. ഇതിലേക്കാണ് നാം വളരേണ്ടത്. ജനങ്ങളെ, ഇതല്ല നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതിലാണ് നാം വളരേണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അയ്യോ, എന്റെ സാറേ, എന്നെ രക്ഷിക്കണേ സാറേ. ഗുണമേന്മ എന്ന് പറഞ്ഞാൽ എന്റെ ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർ മേടിക്കുന്നില്ല. ഇങ്ങനെ പോകണം, ഈ നാട് തന്നെ പട്ടിണിയായി പോകും സാറേ. സാരമില്ല സുഹൃത്തേ, നിങ്ങളിനി മണ്ണിൽ കഷ്ടപ്പെടുന്ന ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് നോക്കൂ, ഈ പുതിയ ഇന്ത്യയെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ഉച്ചിട്ടാ നിങ്ങളുടെ മുമ്പിൽ തന്നെ എത്തും. നിങ്ങൾ വെറുതെ പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നാൽ മാത്രം മതി. എന്റെ സാറേ, ഞങ്ങളിനി എങ്ങനെ ജീവിക്കും? നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ആ സമൂഹത്തിൽ അസന്മാർഗകൾ തലപൊക്കി. ഇരുട്ടിന്റെ മറവിൽ അവർ അക്രമങ്ങൾ ചെയ്തു കൂട്ടി. ആ സംവിധാനത്തിലെ നടപടികൾ പരിചയമില്ലാത്ത സാധുക്കൾ നീതിക്കായി വരാന്തകൾ നിരങ്ങി. സമൂഹത്തിൽ അത് പല അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. അവിടെയും അധികാരികൾ പുതിയൊരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. നമ്മുടെ നാട് എത്ര ദുർബലമാണ്. നിങ്ങൾ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഞങ്ങൾ അവതരിക്കുന്ന പുതിയ സംവിധാനം അത് നോക്കൂ. സമൂഹം ഇത് കണ്ട് വീണ്ടും അസ്വസ്ഥരായി. രാഷ്ട്രീയക്കാരുടെ നേർക്ക് പെറുപെടുത്തു. അപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിദേശിയർ കടന്നുകയറി. ഞങ്ങൾ ഈ നാട് സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു രാജ്യം കൂടി ഞങ്ങൾ മുട്ടുമടക്കിയിരിക്കുന്നു. ദേശവാസികളെല്ലാം ആ കടന്നുകയറ്റക്കാർക്ക് അടിമകളായി. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ടായിരുന്നു. അന്യായത്തോട് സഹവസിക്കാൻ കഴിയാത്ത ഹൃദയങ്ങൾ നീറിപ്പൊളഞ്ഞു.